അസ്സലാമു അലൈക്കും. മാജീസ് കിച്ചണിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പാവയ്ക്ക അച്ചാറാണ്. ഒരു 400 ഗ്രാം പാവയ്ക്ക, 2 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 15 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക്, ആവശ്യത്തിനുള്ള കരിവേപ്പില, ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര. ചട്ടി ചൂടായി നല്ലെണ്ണ ആവശ്യത്തിന് ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. കുറേശ്ശെ ഇട്ട് മൊരിച്ചെടുക്കുക. കുറേശ്ശെ മൊരിച്ചെടുക്കുക, അല്ലെങ്കിൽ എണ്ണ ഇതായി. ഈ മുക്കാ പരുവം ആകുമ്പം മുരിച്ച് കോരണം കേട്ടോ. കുറേ കരിയുണ്ട കേട്ടാ, കരിഞ്ഞാൽ കയ്ക്കും. ചട്ടി ചൂടായി. കടുക് ഇടണേ. കടുകിടണം. നമ്മൾ വറുത്തൊരു എണ്ണയിൽ തന്നെ ഞാൻ കടുക് പൊട്ടിക്കും. കടുക് പൊട്ടിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മൂന്നും കൂടെ ഇട്ട് കുറച്ച് മൂക്കട്ടെ. മൂത്തിട്ടുണ്ട്. കരിവേപ്പില ഇടണം. കരിവേപ്പില ഇട്ടിട്ട് മുളക് പൊടി ഇടണം. മുളക് പൊടി ഞാൻ കുറച്ചേ ഇടണം. 1.5 സ്പൂൺ ഇടാം. ഇട്ട് നോക്കിയിട്ട് ഇടാം. ഇതെന്ന് പറഞ്ഞാൽ സംഭവം ഇത് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഉലുവാപ്പൊടി, ഉലുവാപ്പൊടി ഇട്ട് 2-3 സ്പൂണ് വിനാഗിർ ഒഴിച്ചിട്ടുണ്ട്. വിനാഗിർ ഒഴിച്ച് കുറച്ച് 1/2 ഗ്ലാസ് ചൂടുവെള്ളം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒന്ന് കുറുകി വരട്ട്. വന്നിട്ട് കുറച്ചും തിളച്ചിട്ടിടാം. പാവയ്ക്ക ഇടണേ. പാവയ്ക്ക അതിലൊന്ന് കുതിർന്ന് വരട്ട്. നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി. ഇത് മുളക് പൊടി എരിവ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ചിട്ടത്. കാരണം ഇത് പാവയ്ക്കല്ലേ, ഒരുപാട് എരിവ് പിടിക്കൂലല്ലോ. പഞ്ചസാര ഇടണം. പഞ്ചസാര, കായപ്പൊടി 1 സ്പൂൺ, കായപ്പൊടി ഇട്ട് ഓണമൊക്കെ വരയില്ലെന്നാ എല്ലാവരും ഇട്ട് നോക്ക്. പാവയ്ക്ക അച്ചാറ് അതിന് മുമ്പുള്ള ഒരു അച്ചാറും ഞാൻ ഇട്ടിട്ടുണ്ട്. 2 അച്ചാറും ഇട്ടിട്ട് അഭിപ്രായങ്ങൾ പറയണേ. ഞാൻ നേരത്തെ നമ്മൾ പൊരിച്ചതിൻ്റെ എണ്ണ കുറച്ചുകൂടെ ഒഴിക്കുകയാണ്.
മതി കേട്ടോ. ഇത് വാങ്ങി വെക്കാൻ പോണ്. കാരണം ഇരുമ്പിച്ചട്ടിയിലിരിക്കുമ്പോഴേ വെള്ളമൊക്കെ വറ്റി കറക്റ്റാവും. തീ ഓഫാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ശരിയായിട്ടുണ്ട്. ഇത് വാങ്ങി വെച്ചില്ലെങ്കിൽ പിന്നെ ഈ പാവയ്ക്ക് അച്ചാർ ഇട്ട് നോക്ക്, അടിപൊളിയാണ്. ഒരു ദിവസമെങ്കിലും കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.